ആന വിരണ്ടോടിയ സംഭവത്തിൽ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ലെന്ന് കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ഷെനിത്ത് പറയുന്നു. കേസെടുക്കേണ്ട കാര്യമില്ല. കേസെടുത്താൽ നിയമപരമായി നേരിടും. പടക്കം പൊട്ടിച്ചതിൽ ക്ഷേത്രത്തിന് പങ്കില്ല. നാട്ടുകാരാണ് പടക്കം പൊട്ടിക്കുന്നത്. ക്ഷേത്ര വളപ്പിനുള്ളിൽ പടക്കം പൊട്ടിച്ചിട്ടില്ലെന്നും ആചാരപരമായി കതിനെയാണ് പൊട്ടിച്ചതെന്നും പ്രതികരണം. ചടങ്ങിന് സമയം ഞങ്ങളൊക്കെ കൂടെ തന്നെയുണ്ട്, ദിക്സാക്ഷികളാണ്. ആ സമയം ഞങ്ങൾ വടം കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ആരും അമ്പല സ്ഥലത്തില്ല, ഈ പ്രദേശത്തെ ഇല്ല, ഈ ചടങ്ങ് നടക്കുന്ന ഭാഗത്തെ ഇല്ല. അത് നിങ്ങൾക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ ചടങ്ങിൻ്റെ സമയത്ത് ആനയായിട്ട് ശരിക്കും 5-ൽ കൂടുതൽ മീറ്റർ അകലെ നിൽക്കുന്നുണ്ട് എല്ലാവരും. കാരണം ആ സമയത്ത് അവിടെ ആരും നിൽക്കില്ല. അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. എല്ലാ ആനകളും ഫിറ്റ്നസ് ഉണ്ട്. ഈ എല്ലാ ആനകളും ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ആ 2 ആനയും ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനാണ് ഇപ്പോൾ സംസാരിച്ചത്. ക്ഷേത്രത്തിൽ ഒരു വിധത്തിലുള്ള ചട്ടലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് ക്ഷേത്ര ട്രസ്റ്റ് വളരെ കൃത്യമായി പറയുകയാണ്. വിവരങ്ങൾ. നീലിമ, കൊയിലാണ്ടി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഈ ആന വിരണ്ടോടിയുണ്ടായ അപകടത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഷെനിത്ത് വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഇതിൽ ചില ചട്ടലംഘനങ്ങൾ നടന്നു, നാട്ടാന പരിപാലന ചട്ടപ്രകാരം ചില ക്രമക്കേടുകൾ, ചില പ്രശ്നങ്ങൾ നടന്നു എന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദീകരണവുമായി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ തന്നെ രംഗത്ത് വന്നത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തങ്ങൾക്കെതിരെ കേസെടുക്കേണ്ട കാര്യമില്ല. കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. മാത്രമല്ല, ഈ പടക്കം പൊട്ടിച്ചതാണ് ആന വിരണ്ടോണാൻ കാരണമായി ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ തങ്ങളല്ല, ക്ഷേത്രം ഔദ്യോഗികമായിട്ടല്ല ഈ പടക്കം പൊട്ടിച്ചത്. ചില നാട്ടുകാരാണ് അവിടെ പടക്കം പൊട്ടിച്ചത്. മാത്രമല്ല, തങ്ങൾ ആചാരപരമായി കതിന മാത്രമാണ് ക്ഷേത്രത്തിൽ പൊട്ടിച്ചതെന്നും അവർ പറയുന്നുണ്ട്. ക്ഷേത്ര വളപ്പിനുള്ളിൽ ഒരു തരത്തിലുള്ള പടക്കങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നു. മാത്രമല്ല, എല്ലാ അനുമതിയും വാങ്ങിയ ശേഷമാണ് തങ്ങൾ ഈ ഉത്സവം നടത്തിയത്. ഇവിടെ ഉത്സവത്തിനായി എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആനകൾക്ക് മുഴുവൻ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നും ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. നീലിമ. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.